ഒമാനിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ 2 പ്രവാസികൾ മരിച്ചു. സൊഹാറിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് അപകടമുണ്ടായത്. രഞ്ജിത്ത് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ എന്താണ് ഡ്രോൺ ആക്രമണത്തിന്റെ വിവരങ്ങൾ? 2 പ്രവാസികൾ കൊല്ലപ്പെട്ടു. എവിടെ നിന്നുള്ളവരാണ്? സ്മൃതി, ഇപ്പോൾ 2 പ്രവാസികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഒമാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇന്ന് പ്രധാനമായി 2 ആക്രമണങ്ങളാണ് ഒമാനിൽ ഉണ്ടായത്. ഇത് ഒന്ന് സോഹാർ ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. ഈ ഒമാനെ ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളെ തകർക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് 2 പ്രവാസികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഇവർ ഏത് രാജ്യക്കാരാണ് എന്ന് സംബന്ധിച്ച വിവരം ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ എത്ര പേർക്ക് പരിക്ക് പറ്റി എന്നതിന്റെ വിശദാംശങ്ങളും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായത് വിലായത്ത് മേഖലയിലാണ്. ഈ വിലായത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെയും അതിശക്തമായി പ്രതിരോധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു. ഈ ഡ്രോൺ ഒരു തുറസായ സ്ഥലത്ത് പതിച്ചു. അവിടെ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഒമാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ UAE ലക്ഷ്യമാക്കിയും ഇന്ന് ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. സെൻട്രൽ ദുബായിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് നാശനഷ്ടമുണ്ടായതായി ദുബായ് മീഡിയ ഓഫീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ആക്രമണത്തിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നും മീഡിയ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി, രഞ്ജിത്താണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.